അടുത്തതായി കെ എസ് ഇ ബി മറ്റൊരു KSRTC ആയി മാറുന്നു. ഇപ്പോൾ മഴക്കാലം തുടരുന്ന വേളയിലും പലപ്പോഴും വൈദ്യുതി ലഭ്യത കുറയുന്നു. ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളം വരും വർഷങ്ങളിൽ ഇരുട്ടിലാകും. മാത്രമല്ല വ്യവസായങ്ങൾ തകരും. ഇങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാകും. സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ KSEBക്ക് രക്ഷയുള്ളൂ. KSEBയുടെ ദൈനംദിന ചെലവുകൾക്ക് തന്നെ 400 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുമെന്ന ഗതികേടിലാണ്. 150 കോടി രൂപയാണ് ഇപ്പോഴത്തെ ശരാശരി വരുമാനം. ചിലവാകട്ടെ 1950 കോടി രൂപയും. ഇതിനു പുറമെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ 900 കോടി രൂപയും വേണം. മാത്രമല്ല വായ്പാ തിരിച്ചടവിന് 300 കോടി രൂപയാണ് വേണ്ടുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ ലഭിക്കുന്നില്ലെന്ന് MD തയ്യാറാക്കിയ കരട് നിർദ്ദേശത്തിലുണ്ട്. സോളാർ എനർജി പോലുള്ള മറ്റു സോഴ്സുകളെ പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ KSEBക്ക് വരും കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. മാത്രമല്ല ജീവന തൊഴിലാളികൾ അറ്റകുറ്റപ്പണികൾക്ക് നടത്തിവരുന്ന അനാസ്ഥയും ചെലവ് ഇരട്ടിപ്പിക്കുകയാണ്. മഴക്കാലങ്ങളിൽ പവർ ഫെയിലുവർ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും തൊഴിലാളികൾ കെടുകാര്യസ്ഥതയും അലംഭാവവും കാട്ടാറുണ്ട്. വീണ്ടും നിരക്ക് വർധന നിലവിൽ വന്ന സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾ ബുദ്ധിമുട്ടിലാണ്. വൈദ്യുതി നിരക്ക് വർധന നിലവിൽ വന്നെങ്കിൽ പർച്ചേസ് പവർ ഇല്ലാത്ത സാഹചര്യം ഗാർഹിക ഉപഭോക്താക്കളെ അലട്ടുന്നുണ്ട്. നഷ്ടത്തിൽ നിന്നും വൻ നഷ്ടത്തിലേക്ക് കുതിക്കുന്ന KSEBയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് MD ഉൾപ്പെടെയുള്ളവർ. ഇതിന് വിലങ്ങതടിയാകുന്നതാകട്ടെ തൊഴിലാളി യൂണിയനുകളും സംഘടനകളും ആണെന്നുള്ളത് ഏറെ സങ്കടകരമെന്നല്ലാതെ എന്തു പറയാൻ.